പോക്കറ്റിലേക്ക് വെച്ചോളൂ, ധനം ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ധനം നമ്മളിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആർക്കാണ് നമ്മുടെ ധനം കൊള്ളയടിക്കാൻ പറ്റുക? ആർക്ക് വേണമെങ്കിലും കൊള്ളയടിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലുള്ളവരായിരിക്കും, ഏത് വിധത്തിലായിരിക്കും. പക്ഷെ നമ്മുടെ ധനം കൊള്ളയടിക്കാൻ പറ്റാത്ത വിധത്തിൽ സേവ് ചെയ്യാൻ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരിടം അത് മനസ്സാണ്. മനസ്സിനകത്തേക്ക് നമ്മളിതിനെ മാറ്റി വയ്ക്കുക. നമ്മുടെ ധനം എത്ര സേഫാക്കിയിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുവച്ചാലും ശരി, ഈ പറഞ്ഞ പോലെ പെട്ടിയിലാക്കി പൂട്ടി താക്കോല് 4, 5, 10 പൂട്ടിട്ട് പൂട്ടിയാലും ശരി, അത് മോഷ്ടിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ള പല ആളുകളും പുറമെയുണ്ട്. പക്ഷെ ഇതിനെ നേരെ തലച്ചോറിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ, തലച്ചോറ് മീൻസ് മനസ്സിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത്, അതാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. വിദ്യാധനം, അതായത് ധനത്തെ എപ്പോഴും വിദ്യയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അറിവാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു കാരണവശാലും ആ ധനത്തെ മോഷ്ടിക്കാൻ പറ്റില്ല. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ വീണ്ടും ധനം വെക്കാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ വിദ്യ ആക്കുന്ന സമയത്ത് എന്താകും, അത് പണം ചെലവാകുന്ന സംഭവമാണ്. ഇപ്പൊ ഒരാള് ഒരു ഡോക്ടർ ആവുകയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ധനം വീണ്ടും സീറോയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ചെലവ് അവിടെ വരികയും പിന്നെ ആ അറിവ് വെച്ച് വീണ്ടും ധനം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സംഭവം. അതാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ പ്രായം, അവരവരുടെ ബുദ്ധി, അതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഏത് രീതിയിൽ വിദ്യ എടുക്കാം, ഏത് വിദ്യയാണ് അടുത്ത സമയത്തേക്ക് ഉപകാരപ്രദമാവുന്നത് എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അവരവർക്ക്, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ആശയങ്ങൾ, ചിലർ ഈ പറഞ്ഞ പോലെ വലിയ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നുമില്ലാതെ ബിസിനസ്സിലൂടെ ധനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ധനത്തെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമൊക്കെ തന്നെയാണ് നമുക്കിവിടെ യൂസഫ് അലി, അതുപോലെ നിരവധി ആളുകൾ, ഇപ്പൊ കൊച്ചൗഷേപ്പ് ചിറ്റിലപ്പള്ളി, അങ്ങനെയുള്ള കുറെ ആളുകൾ. ഇവരൊക്കെ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല, പക്ഷെ അവര് പഠിച്ചിട്ടുണ്ട്, അവരവരുടേതായ രീതിയിലുള്ള പഠനങ്ങളുണ്ട്. തീരെ പഠിക്കാത്തവര്, അതായത് വലിയ പഠനങ്ങളിലേക്കൊന്നും എത്താത്തവരുണ്ട്. എന്നാലും അവരവരുടേതായ രീതിയിൽ ധനത്തെ വിനിയോഗിച്ച് പല സ്ഥലങ്ങളിലായി സ്റ്റോർ ചെയ്ത് അതിനെടുത്ത് പുനരുപയോഗിച്ച് ഇന്ന് കോടികളുടെ ആസ്തികളും മറ്റും ഒക്കെ ആയി തീർന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞോളണമെന്നില്ല, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങോട്ടെത്താൻ ആഗ്രഹിക്കുന്നു, അതിനാസ്പദമായിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പായലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടേക്ക് ഇനി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് എൻ്റെ മാറ്റം.